അപ്പോൾ എന്തേ കണ്ടോ, നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടുള്ള ഒരു പായ്ക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. നല്ല റിസൾട്ടാണ്. നമ്മൾ ഈ ഓരോ കാര്യം പറഞ്ഞു തരുന്നത് നിങ്ങൾ മാറി മാറി ചെയ്തോളൂ. ഈ പ്രായത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ ഏജിനനുസരിച്ചുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ്, നമുക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. ചുളിവ് മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടും മുടി കൊഴിയാതിരിക്കാനായിട്ടും മുടിനര മാറാനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളല്ലേ ഈ പ്രായത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളൂ. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് നല്ല തിളങ്ങി നിൽക്കാനായിട്ടും നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് കുറേ. ഇപ്പം നോക്കി, ഞാൻ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല, എന്തോ നമ്മളൊരു മേക്കപ്പ് ഒക്കെ ചെയ്തൊരു ഫീല്. നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചൊക്കെ ചെയ്ത മാതിരി നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടുന്നുണ്ട്. കരിവാളിപ്പ് മൊത്തം മാറി കിട്ടും. നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഹലോ മുത്തുമണികളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്തായിരിക്കും? വേറെ എന്താവാനാ, നമുക്ക് ഈ പ്രായത്തിൽ എന്താ പറയാനുള്ളത്? ചുളിവുകൾ, അത്ര തന്നെ. ഈ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇന്നും ഡെയിലി വീഡിയോ ചെയ്യുന്നതും പായ്ക്കുകളും മസാജുകളും ഫേസ് യോഗകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? നമ്മുടെ മുഖത്തെ ചുളിവ്, കൈകാലുകളുടെ ചുളിവ്, ഇതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമുക്കിതൊക്കെ തന്നെയല്ലേ പറയാനുള്ളൂ. എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. കാരണം എന്താണെന്ന്, ഞാൻ 50 വയസ്സായി. ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം മുഖത്തൊന്ന് ചുളിവ് വരെ കുറയ്ക്കാനായിട്ട്. ചുളിവ് വരും, ഒരു പ്രായമാകുമ്പം വരും. പക്ഷേ നമുക്ക് ആരോഗ്യമുള്ള സമയം വരെ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്ത് തടഞ്ഞു നിർത്താൻ പറ്റും, ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചെറുപ്പക്കാർക്കുള്ള ഇഷ്ടംപോലെ വീഡിയോസ് മറ്റുള്ള ചാനലുകളിൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഏജുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ചുളിവുകൾക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നല്ല സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാതിരിക്കാനുണ്ട്, പിഗ്മെന്റേഷൻ മാറാനായിട്ടും ഇതൊക്കെ മാറാനായിട്ടൊക്കെ എന്തൊക്കെ ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെയല്ലേ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നമ്മുടെ കാര്യങ്ങൾ എന്താണ്? ഇന്നും ചുളിവുകൾ മാറാൻ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം. ഇന്ന് 2 ദിവസം നിങ്ങൾ ഫേസ് മസാജ് ചെയ്തോ, പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് പായ്ക്കിട്ട് പോകാം, പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് യോഗ ചെയ്തു പോകാം. ഇങ്ങനെ മാറി മാറി നിങ്ങൾക്ക് ചെയ്തു പോകാം. ഇതിനൊന്നും ആരും നിങ്ങളെ തടയത്തില്ല കേട്ടോ. നമ്മളാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. വേറെ ആരും നമ്മുടെ ആരോഗ്യം നീ ഇന്നാ സംരക്ഷിക്കുന്നു എന്ന് ആരും പറയത്തില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോട്. സ്ത്രീകളിങ്ങനെ അടുക്കളപ്പണിയും ചെയ്ത് അതും ചെയ്ത് ഇതും ചെയ്ത് ഇങ്ങനെ അങ്ങ് നടക്കും, ശരിയല്ലേ? ആരോഗ്യം സംരക്ഷിക്കത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളെന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴോ ആണ് നമ്മളെന്താണ് നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ സൗന്ദര്യം സംരക്ഷിച്ചേ മതിയാകത്തുള്ളൂ. വേറെ ആരും സംരക്ഷിക്കത്തില്ല, വേറെ ആരും പറഞ്ഞു തരത്തില്ല. തൊട്ടുള്ള അയൽവക്കക്കാർ പോലും നമ്മളോട് പറയത്തില്ല, നമ്മുടെ ബന്ധുക്കൾ പറയത്തില്ല, നീ സുന്ദരിയായിരിക്കണമെന്ന് ആരും പറയത്തില്ല. അത് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് നമ്മുടെ ആ ഒരു ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് റിങ്കിൾസ് മാറാനുള്ള അടിപൊളി ഒരു പായ്ക്കാണ് കാണിച്ചു തരുന്നത് കേട്ടോ. റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഇല്ലാത്തവർക്കും ആർക്കും പ്രായഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫേസ് പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. എന്നാൽ എൻ്റെ മുത്തുമണികളെല്ലാം ഒന്ന് ഓടി വന്നേ. നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടതാണ് ബൗള്. ഈ ബൗളിൻ്റെ നിറം നിങ്ങൾ കണ്ടോ? മഞ്ഞ. എൻ്റെ ഉടുപ്പിൻ്റെ നിറം നിങ്ങൾ കണ്ടോ? മഞ്ഞ. അപ്പം മഞ്ഞയും ഞങ്ങളെ കോമ്പിനേഷനാണെന്ന്. ഇഷ്ടപ്പെട്ടോ? ബ്ലാക്ക് ഡിസൈനുള്ള നെക്ക്. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. ഇനി ആരും പറയണ്ട. പിന്നെ നിങ്ങൾ വീഡിയോയിൽ ടിപ്സ് പറയാൻ വന്നിട്ട് നിങ്ങളുടെ നൈറ്റിയുടെ കളറും ഡിസൈനും ഒക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ലേ. അതുകൊണ്ട് അത് വേണ്ട, അല്ലേ? നമുക്ക് വേണ്ട സാധനം നാരങ്ങ. ഇത്തിരി ഉണങ്ങിപ്പോയി കേട്ടോ, എന്നാലും കുഴപ്പമില്ല, ജ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പകുതിയുടെ നാരങ്ങ മതി നമുക്ക്. അപ്പോൾ സ്കിന്നിന് ഏറ്റവും കൂടുതൽ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും സ്കിന്നിന് തിളക്കം ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും എല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണ് നാരങ്ങ. നാരങ്ങ പല പായ്ക്കുകളിലും നമ്മൾ മിക്സ് ചെയ്ത് തേക്കാറുണ്ട്. തൈരിനകത്ത്, അതുപോലെ തന്നെ കടലമാവ്, ചന്ദനപ്പൊടി, പല പായ്ക്കുകളിലും നമ്മൾ മിക്സ് ചെയ്ത് തേക്കാറുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ചുളിവുകൾ മാറ്റാൻ വേണ്ടി ഒത്തിരി നല്ലത്. അതുപോലെ സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു പിഗ്മെൻറ്റഡൊക്കെ മാറിക്കിട്ടും, ടാൻ അടിച്ചതൊക്കെ മാറിക്കിട്ടും. ഇതിനെല്ലാത്തിനും നല്ലതാണ് നാരങ്ങ. അപ്പം നാരങ്ങയുടെ പകുതി നീരാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ബൗളിലോട്ട് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. കുരു എടുത്ത് കളയണം കേട്ടോ.
ഒരു പകുതി നാരങ്ങാനീര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ്? പഞ്ചസാര. പഞ്ചസാര നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറാക്കി വെക്കാൻ ഒത്തിരി ഈർപ്പം നിലനിർത്താനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ പഞ്ചസാര കൊണ്ട് നമ്മൾ പല പായക്കും പഞ്ചസാര മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. ഈർപ്പം നിലനിർത്താനായിട്ടും അത് വാക്സിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ പഞ്ചസാര, ശർക്കരയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്നിനൊരു ഈർപ്പം നിലനിർത്താനായിട്ടും ഒരു നല്ലൊരു മിനുമിനുപ്പും തിളക്കവും ഒക്കെ കിട്ടാനായിട്ടും ഷുഗർ നല്ലതാണ്, ശർക്കരയും നല്ലതാണ് കേട്ടോ. ശർക്കരയല്ല, ശർക്കര നല്ലതാണ്. പെട്ടെന്ന് ശർക്കര എന്നാവുന്നത്. അപ്പോൾ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്തോട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ലപോലെ നലിഞ്ഞു കിട്ടണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ നാരങ്ങാനീരും പഞ്ചസാരയും മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഇച്ചിരി കടലമാവ് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ തേച്ച് പിടിച്ച് നല്ലതായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ ഹെയറിൽ ഇങ്ങനെ തേച്ചിട്ട് നേരെ മേളിലോട്ട് നല്ല ഉണങ്ങി കഴിയുമ്പോൾ മേളിലോട്ട് ഉരുട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ചെറിയ നനുനനുത്ത രോമങ്ങളില്ലേ, ഫേഷ്യൽ ഹെയറുകൾ, അത് പോകാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയും നമുക്ക് വേണ്ട എന്താണ്? നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഈ അലോവേര ജെൽ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ഏതിൻ്റെ കമ്പനിയുടെയാണ്. ഇത് പ്രത്യേകിച്ച് കമ്പനി ഒന്നുമില്ല. അലോവേര ജെല്ല് ഓർഗാനിക് അലോവേര ജെൽ എന്നാണ്. ഓർഗാനിക് അലോവേര ജെല്ലിന് അടിച്ചു കൊടുത്താൽ ഓൺലൈനിൽ കിട്ടും. നല്ലൊരു അലോവേര ജെല്ലാണ്. ഞാനിതാണ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യങ്ങൾ പായ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്. വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൺലൈനിൽ അടിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ ഇത് ആഡ് ചെയ്തേക്കാം. ചിലപ്പോൾ ഞാനിത് ലിങ്ക് ഇതാക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനിത് പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്താൽ മതി. ഒരുപാട് പൈസയൊന്നുമില്ല കേട്ടോ. നല്ല അലോവേര ജെല്ല്, നല്ലൊരു വലിയ ബോട്ടിലാണ്, നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നല്ലൊരു അലോവേര ജെല്ലാണ്, ഫ്രഷ് അലോവേര ജെല്ലാണ്. അതായത് യാതൊരു കെമിക്കൽസും അധികം ആഡ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്, വൈറ്റ് അലോവേര ജെല്ല്. അപ്പോൾ ഇത് നമ്മുടെ ചുളിവുകൾ മാറ്റാനായിട്ടും നല്ല സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും നല്ല ഈർപ്പൽ നിലനിർത്താനായിട്ടും ഒക്കെ നല്ലതാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റൻ കിട്ടാനായിട്ടും എല്ലാത്തിനും നല്ലതാണ് അലോവേര ജെല്ല്. അലോവേര മിക്സ് ചെയ്യാത്ത ക്രീമുകളോ ഹെയർ ഓയിലുകളോ ഒന്നുമില്ല അല്ലേ. എല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് അലോവേര ജെല്ല്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ടീസ്പൂണാണ് കേട്ടോ അലോവേര ജെല്ല് എടുത്ത് നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ അലോവേര ജെല്ല് ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട പഞ്ചസാര കുറച്ച് അലിയാനുണ്ടായിരുന്നു, അത് ബാക്കിയും കൂടെ അലിഞ്ഞ് കിട്ടി. ഇനി നമ്മുടേതായിട്ട് നമുക്കിനി ഒരു സാധനം കൂടെ ചേർക്കണം. അതെന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ അരിപ്പൊടി നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റൻ കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ അരിപ്പൊടി നിങ്ങളിൽ ഇല്ലെങ്കിൽ കടലമാവ് എടുക്കുക, കടലമാവില്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ അനുസരിച്ചുള്ള നമുക്ക് ഒരു കുഴമ്പ് രൂപത്തിൽ വേണമല്ലോ, അതിനനുസരിച്ചുള്ള അരിപ്പൊടി നമുക്ക് എടുക്കാം. നമുക്ക് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ പറയുന്നത്. ഇനി അത് മിക്സ് ചെയ്യുമ്പോൾ എത്രയും വേണോ അത്രയും എടുക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങാനീരോ നമ്മുടെ ജെല്ലോ അലോവേര ജെല്ലോ ഉപയോഗിച്ച് തിക്കാക്കി എടുക്കാം. ഓക്കെ, ഏകദേശം 1 ടേബിൾ സ്പൂണായിരുന്നു ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ട ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വീഴാവുള്ളൂ. ഒരുപാട് പോലെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നിന്ന് ഒലിച്ചിറങ്ങും, അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഇത് മുഴുവൻ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകണം, ആ രീതിയിൽ നമ്മൾ എടുക്കാവുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ കട്ട പോലെ വീഴണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇങ്ങനെ കണ്ടോ, ഈ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. ഫേസിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ മോയ്സ്ചറൈസറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഫേസ് ഒന്ന് ക്ലീൻ ആയിട്ട് എടുക്കുക. എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ചുമ്മാ ഒന്ന് കണ്ണെഴുതി ചെറുതായിട്ടൊന്ന് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു, ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ പിരികും എഴുതി, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫേസിൽ ഒരു വക തേച്ചിട്ടില്ല. അപ്പോൾ ഇതാണിപ്പോൾ തേക്കാൻ പോകുന്നത്. മുഖമൊക്കെ കഴുകിയതാണ്, അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇട്ടിട്ടുള്ളവരെ അത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് കണ്ണിന് ചുറ്റും ഇടാം കേട്ടോ. കണ്ണിന് ചുറ്റും ഇടണം, എന്നാലേ ആ ഒരു കറുപ്പൊക്കെ മാറി കിട്ടത്തുള്ളൂ. ഒത്തിരി കണ്ണിൻ്റെ ആ തൊട്ട് താഴോട്ടിടണ്ട, കുറച്ച് അകലം ഇതാക്കിയിട്ട് അത് ഇത്ര ഇങ്ങനെ ചിടാം കേട്ടോ. അപ്പം നമ്മൾ തേക്കുമ്പോൾ എപ്പോഴും മേളിലോട്ട് തേച്ച് കൊടുക്കുക. സ്കിൻ
ഞാൻ എൻ്റെ സ്കിന്നിന് ചേരുന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിതൊക്കെ പാച്ച് ടെസ്റ്റ് നടത്തി നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെന്താണ് ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് ചൊറിച്ചിലോ ചിലർക്ക് നാരങ്ങാനീര് പിടിക്കത്തില്ല, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ തക്കാളി നീര് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾ ചെയ്യുക. കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് മുഴുവനും തേക്കണം. ഈ ഒരു നമ്മളെടുത്ത മുഴുവനും തേച്ച് കട്ടിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. വേണ്ടേ മുഖത്ത് മൊത്തം നമ്മൾ ബ്ലീച്ചൊക്കെ ഇട്ട പോലെ വേണ്ട തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാൻ വന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു 65-70 വയസ്സൊക്കെ ആൾക്കാർ ഒരു ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും ആഗ്രഹമല്ലേ. ചിലപ്പോൾ 70 വയസ്സായ അമ്മമാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ കണ്ട് അങ്ങനെ ഒത്തിരി പേർക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കാൻ മറക്കല്ലേ. മുട്ടയുടെ വെള്ളം ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് നല്ല ടൈറ്റാക്കി എടുക്കണം കേട്ടോ. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, 20 മിനിറ്റ് വെച്ചാൽ മതി. മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുമല്ലോ. അപ്പം ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. ഓയിലി സ്കിൻ ആണെങ്കിൽ നല്ലപോലെ മുട്ടയുടെ വെള്ളം ഇട്ട് കഴിഞ്ഞിട്ട് അടിച്ച് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ചൂട് മുഖത്ത് പറ്റാവുന്ന ചൂടനുസരിച്ച് ഒന്ന് തുടച്ച് കളയുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചക്കരകളെ എൻ്റെ മുഖമെല്ലാം നല്ലതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആവും. എൻ്റെ അങ്ങോട്ട് അത്ര ഡ്രൈ ആയില്ല, പക്ഷേ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മൾ ഇരുന്നാൽ മതി കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെള്ളം ആദ്യം നമ്മുടെ ഫേസിലെല്ലാം ഒന്ന് ആക്കി വെക്കുക. ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിലോട്ട് രണ്ടും കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കും. ഇപ്പോൾ ഡെഡ് സ്കിൻ്റെ അതാ പോകാതെ നല്ലതാണ്. മൂക്കിൻ്റെ ഇടയ്ക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തോളൂ. ഇവിടുത്തേക്ക് നല്ല ഡെഡ് സ്കിന്ന് പോവും. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെല്ലാം ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും മസാജ് ചെയ്യുക. മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്ക് തുടച്ച് മാറ്റാം. അപ്പോൾ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റായിട്ടുമുണ്ട്. നല്ല പോലെ നമ്മുടെ സ്കിന്ന് തിളക്കവും കിട്ടും, റിങ്കിൾസും കുറയും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ടെന്ന്. ടാൻ എല്ലാം പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യും. നല്ല ബ്ലീച്ച് ഇട്ട പോലെ നല്ലൊരു എഫക്റ്റ് കിട്ടും നമുക്ക്. തിളങ്ങി സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് നല്ല തിളങ്ങി നിൽക്കാനായിട്ടും നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് കുറേ. ഇപ്പം നോക്കി ഞാൻ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല, എന്തോ നമ്മളൊരു മേക്കപ്പ് ഒക്കെ ചെയ്തൊരു ഫീല്. നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചൊക്കെ ചെയ്ത മാതിരി നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടുന്നുണ്ട്. കരിവാളിപ്പ് മൊത്തം മാറി കിട്ടും. നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളെ കാണിച്ചു തന്നത്. റിങ്കിൾസ് കുറയാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. സ്കിന്ന് തിളങ്ങാനായിട്ട് നല്ല ബെസ്റ്റാണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് നമുക്ക് പായ്ക്കായിട്ട് യൂസ് ചെയ്യാം. ഇത് ആർക്കും യൂസ് ചെയ്യാം. അതൊന്നും കൊച്ചുകുട്ടികളല്ല, ഒരു ഏജ് കഴിഞ്ഞ് തൊട്ട് ഒരു 20 വയസ്സ് മുതൽ ഏത് കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഒക്കെ യൂസ് ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ പോയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.